ചിങ്ങമാസത്തിലെ തെളിഞ്ഞ വെയിൽ വീണുകിടക്കുന്ന ശ്രീമംഗലം തറവാടിന്റെ ഉമ്മറത്ത് ഇന്ന് ശ്മശാന മൂകതയാണ്. മുറ്റത്തെ തുളസിത്തറയ്ക്കരികിൽ തളർന്നിരിക്കുന്ന സൂര്യഗായത്രിയെ നോക്കി ഗ്രാമം മുഴുവൻ വിരൽ ചൂണ്ടുകയാണ്. ആരടി നിന്റെ വയറ്റിലിരിക്കുന്നവന്റെ അപ്പൻ, കൂലം മുടിക്കാൻ ഓരോരോ ജന്മങ്ങൾ. സൂര്യഗായത്രി ഒന്നും മിണ്ടിയില്ല. അവൾ തല താഴ്ത്തി നിന്നു. അവളുടെ നിശബ്ദത ഇന്ദ്രജിത്തിനെ വേദനിപ്പിച്ചു. എങ്കിലും അവൻ്റെ ഉള്ളിലെ പ്രണയം അവളോട് ചേർന്ന് നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചു. ശ്രീമംഗലത്തെ ആ വിചാരണ മുറ്റത്ത് തളർന്നു നിൽക്കുമ്പോൾ സൂര്യയുടെ മനസ്സ് 10 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. അന്ന് അവൾ വെറുമൊരു 10ാം ക്ലാസ്സുകാരി. ഇന്ദ്രജിത്ത് കോളേജിൽ പഠിക്കുന്ന കാലം. കുന്നിൻ പുറത്തെ കാവും കശുവിൻ തോട്ടങ്ങളുമായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷികൾ. പരീക്ഷയ്ക്ക് പഠിക്കാൻ പുസ്തകവുമായി കാവിലിരിക്കുന്ന സൂര്യയെ കാണാൻ ഇന്ദ്രൻ വരുന്നത് ഒരു നിത്യകാഴ്ചയായിരുന്നു. എടി സൂര്യേ, ഈ കണക്കിലെ സമവാക്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്നെ മനസ്സ് വായിക്കാൻ. നീ ഒന്ന് നോക്കിയേ. ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിലിരുന്നു. ഇന്ദ്രേട്ടാ, ഒന്ന് പോയേ, നാളെ പരീക്ഷയാ. ഇപ്പോൾ ഈ പ്രേമം പറച്ചിൽ നിർത്തിയില്ലെങ്കിലേ ഞാൻ അമ്മാവനോട് പറയും, സൂര്യ ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു മയിൽപ്പീൽ വിരിയുന്നുണ്ടായിരുന്നു. പറഞ്ഞു, ഗണേഷ് നാഥൻ മാമനറിഞ്ഞാ കൊന്നു കൊഴിച്ചു മൂടും. പക്ഷേ ചാകുന്നതിന് മുമ്പ് എനിക്ക് നീ തരുന്ന ആ ഒരു ചിരി മതി. ഇന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന് ആ കാവിനുള്ളിലെ തണുപ്പിൽ ഇന്ദ്രൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. സൂര്യേ, നമ്മൾ ഒന്നിക്കോ? നിന്റെ കുടുംബത്തിൻ്റെ മഹിമയും എൻ്റെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? സൂര്യ അവൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. ഇന്ദ്രേട്ടാ, ഈ സൂര്യ ജന്മം എടുത്തിട്ടുള്ളത് ഇന്ദ്രന് വേണ്ടിയാ. ലോകം മുഴുവൻ എതിർത്താലും ഞാൻ ഈ കൈവിടില്ല. അതൊരു വാശിയായിരുന്നു, ഒരു പെണ്ണിൻ്റെ നിഷ്കളങ്കമായ വാശി. സരസ്വതി അമ്മയ്ക്ക് ഇന്ദ്രനെ വലിയ കാര്യമായിരുന്നു. പക്ഷേ ഗണേഷ് നാഥൻ എന്ന തറവാട്ട് കാരണവർക്ക് എന്നും മഹിമയും പണവും മാത്രമായിരുന്നു വലുത്. ഇന്ദ്ര, നീ എൻ്റെ അനന്തരവളോട് അടുക്കാൻ നോക്കണ്ട. നിന്റെ അപ്പൻ്റെ കട തീർത്തിട്ട് പോരെ ഈ പെണ്ണ് ചോദിക്കൽ. ഒരിക്കൽ പണത്തിൻ്റെ ഹുങ്കിൽ ഗണേഷ് നാഥൻ ഇന്ദ്രനെ അപമാനിച്ചത് സൂര്യ നേരിൽ കണ്ടതാണ്. അന്ന് രാത്രി തൊടിയിൽ വെച്ച് ഇന്ദ്രൻ അവളോട് പറഞ്ഞു, സൂര്യേ, ഞാൻ പണം ഉണ്ടാക്കും. നിന്നെ ഈ തറവാട്ടിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകാൻ എനിക്ക് ആരെയും പേടിയില്ല. അന്ന് ആ പാതിരാത്രിയിൽ പെയ്ത മഴയിൽ നനഞ്ഞു നിന്ന് അവർ പരസ്പരം നൽകിയ ഉമ്മകൾക്കും വാഗ്ദാനങ്ങൾക്കും കാലം ഇത്ര വലിയൊരു ശിക്ഷ നൽകുമെന്ന് സൂര്യ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വർത്തമാനകാലത്തിൻ്റെ പരുക്കൻ ശബ്ദം കേട്ട് സൂര്യ ഞെട്ടി ഉണർന്നു. എന്താടെ ആലോചിക്കുന്നത്? നിന്റെ പഴയ കാമുകനെയാണോ? ഗണേഷ് നാഥന്റെ പരിഹാസം കേട്ട് ഇന്ദ്രജിത്തിന്റെ കൈകൾ മുണ്ടിനുള്ളിൽ മുറുകി. അവൻ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി. ആ പഴയ കുറുമ്പുകാരി പെണ്ണല്ല ഇന്ന് അവന്റെ മുന്നിൽ നിൽക്കുന്നത്. വയറ്റിൽ ഒരു ജീവനെയും പേറി ലോകത്തിന്റെ മുഴുവൻ പഴികേട്ട് തകർന്നു നിൽക്കുന്ന ഒരു നിഴൽ മാത്രം. സൂര്യേ, നീ എന്തിനാ ഇത് ചെയ്തത്? നീ എന്നെ മറന്നോ? ഇന്ദ്രന്റെ ചോദ്യം അവളുടെ ഹൃദയത്തിൽ തറച്ചു. പക്ഷേ അവൾക്ക് മറുപടി പറയാനില്ല. കാരണം ആ സത്യം പറഞ്ഞാൽ ഈ തറവാട് തന്നെ ഇല്ലാതാകും. മുറ്റത്തെ ബഹളം കേട്ട് സരസ്വതിയമ്മ അകത്തുനിന്ന് ഓടി വന്നു. സൂര്യയുടെ തളർന്ന മുഖം കണ്ടപ്പോൾ ആ അമ്മ മനസ്സ് പിടഞ്ഞു. പക്ഷേ ഗണേഷ് നാഥന്റെ ക്രൂരമായ നോട്ടത്തിനു മുന്നിൽ അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇന്ദ്ര, നീ ഇവളോട് ചോദിക്കണ്ട. ഇവൾക്ക് വായ തുറക്കാൻ കഴിയില്ല. കാരണം ഇവൾ ചെയ്തത് അത്രയ്ക്ക് വലിയ പാപമാ. ഗണേഷ് നാഥൻ പല്ലു കടിച്ചു പറഞ്ഞു. ഇന്ദ്രജിത്ത് സൂര്യയുടെ അരികിലേക്ക് ഒരടി കൂടി അടുത്തു. സൂര്യേ, നിന്റെ മൗനം എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. നീ എൻ്റെ പ്രണയമായിരുന്നില്ലേ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് നീ വില കൽപ്പിച്ചിട്ടില്ലേ? സൂര്യ പതയെ തല ഉയർത്തി. അവളുടെ കണ്ണുകളിൽ ഗണേഷ് നാഥനോടുള്ള ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം പുച്ഛമായിരുന്നു. അവൾ സരസ്വതി അമ്മയെ നോക്കി. അമ്മേ, എന്നെ വിശ്വസിക്കൂ. ഞാൻ ഈ തറവാടിൻ്റെ മാനം കളഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഗർഭം ഇതെൻ്റെ മാത്രം ശിക്ഷയല്ല. സൂര്യയുടെ വാക്കുകൾ കേട്ട് ഗണേഷ് നാഥന്റെ മുഖം ഇളറി. നീ എന്താടി പറഞ്ഞു വരുന്നത്? ഗണേഷ് നാഥൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. മാമ, കൈവിടൂ. ഇന്ദ്രജിത്ത് ഗണേഷ് നാഥന്റെ കൈ പിടിച്ച് തിരിച്ചു. ഇവളെ തൊട്ടു പോകരുത്. സൂര്യ പറയട്ടെ എന്താണ് സത്യമെന്ന്. സരസ്വതിയമ്മ സൂര്യയെ ചേർത്ത് പിടിച്ചു. മോളെ, നീ പറ, ആരാ ഇതിന് ഉത്തരവാദി? നിന്നെ ആരെങ്കിലും ചതിച്ചതാണോ? സൂര്യഗായത്രി ഒരു നിമിഷം കണ്ണടച്ചു. അവളുടെ മനസ്സിൽ ആ കറുത്ത രാത്രിയിലെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. ഗണേഷ് നാഥന്റെ ബിസിനസ് തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തിയ ഒരു വലിയ കച്ചവടം. ആ കച്ചവടത്തിലെ ഇരയായിരുന്നു സൂര്യ. തന്റെ സഹോദരന്റെ കടം വീട്ടാൻ, തറവാടിന്റെ പ്രമാണിത്വം നിലനിർത്താൻ ഗണേഷ് നാഥൻ സൂര്യയെ ഒരു പണയ വസ്തുവാക്കി മാറ്റുകയായിരുന്നു.
സത്യം പറഞ്ഞാ മാമൻ ഈ നാട്ടിൽ ജീവനോടിരിക്കില്ല. അതെനിക്കറിയാം. സൂര്യയുടെ ശബ്ദം ഇടറി. ഗണേഷ് നാഥൻ വിറയ്ക്കാൻ തുടങ്ങി. അയാൾക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെ തോന്നി. തന്റെ ക്രൂരതകൾ സൂര്യ പുറത്തു പറയുമോ എന്ന ഭയം അയാളെ പിടികൂടി. ഇന്ദ്രേട്ടാ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. എനിക്ക് ശ്വാസം മുട്ടിക്കുന്ന തറവാട്ടിൽ നിൽക്കാൻ വയ്യ. സൂര്യ ഇന്ദ്രന്റെ കൈകളിൽ മുറുക്കി പിടിച്ചു. പക്ഷേ ഇന്ദ്രജിത്ത് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. സൂര്യയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ അപകടം എന്താണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഗർഭിണിയാണ്. പക്ഷേ അവൾ പറയുന്നത് അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ശ്രീമംഗലം തറവാടിന്റെ പൂമുഖത്ത് നിശബ്ദത ഘനീഭവിച്ചു നിന്നു. ഗണേഷ് നാഥന്റെ വിയർത്തൊലിക്കുന്ന മുഖം കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന് സംശയം ബലപ്പെട്ടു. തന്റെ പ്രാണനായ സൂര്യയെ ഇത്രത്തോളം തളർത്താൻ മാത്രം എന്ത് രഹസ്യമാണ് ഈ തറവാട്ട് ചുമരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സൂര്യയെ, നീ എന്തിനാ പേടിക്കുന്നത്? ഈ ഇന്ദ്രൻ കൂടെയുള്ളപ്പോ നിന്നെ തൊടാൻ ഒരുത്തനെയും ഞാൻ സമ്മതിക്കില്ല. നീ ആ സത്യം ഒന്ന് തുറന്നു പറ. ഇന്ദ്രജിത്തിന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസവും വേദനയും കലർന്നിരുന്നു. സൂര്യഗായത്രി മെല്ലെ സരസ്വതി അമ്മയുടെ കൈകളിൽ നിന്ന് പിടിവിട്ടു. അവൾ ഗണേഷ് നാഥന്റെ നേർക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ല, കത്തുന്ന തീജ്വാലകൾ മാത്രം. മാമൻ പറയോ അതോ ഞാൻ പറയണോ? സൂര്യയുടെ ചോദ്യം ഒരു ചാട്ടുളി പോലെ ഗണേഷ് നാഥന്റെ നെഞ്ചിൽ തറച്ചു. നീ എന്താടി ഈ പറയുന്നത്? നിനക്ക് വട്ട പിടിച്ചോ? ഗണേഷ് നാഥൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. വട്ടല്ല മാമ, ആ പഴയ കടപ്പത്രങ്ങൾ ഇപ്പൊ എവിടെയുണ്ട്? നമ്മുടെ കുടുംബസ്വത്ത് ലേലത്തിൽ പോകാൻ തുടങ്ങിയപ്പോ, മാമന്റെ ബിസിനസ് തകർന്നപ്പോ രക്ഷകനായി വന്ന ആ സായിപ്പിനെ ഓർമ്മയുണ്ടോ? സരസ്വതി അമ്മ അമ്പരന്നു പോയി. ഗായത്രി, നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ കടമൊക്കെ ഗണേഷ് തീർത്തതല്ലേ? തീർത്തതാ അമ്മേ, പക്ഷെ അതിന് പണയപ്പെടുത്തിയത് ഈ തറവാടിന്റെ ആധാരമല്ല, എന്നെയായിരുന്നു. സൂര്യയുടെ വാക്കുകൾ കേട്ട് സരസ്വതി അമ്മ അലറി കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. സൂര്യ ഇന്ദ്രജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഇന്ദ്രട്ടാ, വിദേശത്തുള്ള ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന് വേണ്ടി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വാടക ഗർഭപത്രമായി എന്നെ വിട്ടുകൊടുത്തത് എൻ്റെ ഈ മാമനാണ്. തറവാടിന്റെ മാനം കാക്കാൻ, ജപ്തി ഒഴിവാക്കാൻ മാമൻ എന്നെ കൊണ്ട് ആ കരാറിൽ ഒപ്പിടുവിച്ചു. ആരും അറിയാതെ ഒരു ഹോസ്പിറ്റൽ വാസത്തിന്റെ പേരിൽ എന്നെ അവിടെ നിർത്തി. പക്ഷേ കരാറ് കഴിഞ്ഞപ്പോൾ അവർക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് വന്നു. ഇന്ന് എൻ്റെ വയറ്റിൽ വളരുന്നത് ആരുടെയോ കുഞ്ഞല്ല, ഈ തറവാടിന്റെ അഹങ്കാരം തീർക്കാൻ വിറ്റഴിക്കപ്പെട്ട എൻ്റെ ആത്മാഭിമാനമാണ്. മുറ്റത്തുകൂടി നിന്ന നാട്ടുകാർ സ്തംഭിച്ചു പോയി. ഗണേഷ് നാഥൻ തലതാഴ്ത്തി നിന്നു. ഇന്ദ്രജിത്തിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. അവൻ ഗണേഷ് നാഥന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. താനൊരു മനുഷ്യനാണോടോ? സ്വന്തം പെങ്ങളുടെ മോളെ, വളർത്തിയ കുട്ടിയെ കാശിനു വേണ്ടി വിൽക്കാൻ തനിക്ക് എങ്ങനെ തോന്നി? ഇന്ദ്രന്റെ മുഷ്ടി ഗണേഷിന്റെ മുഖത്തിന് നേരെ ഉയർന്നു. പക്ഷേ സൂര്യ തടഞ്ഞു. വേണ്ട ഇന്ദ്രടാ, ഇയാളെ അടിച്ച് കൈ അശുദ്ധാക്കണ്ട. നിയമം ഇവരെ ശിക്ഷിച്ചോളൂ. എനിക്ക് വേണ്ടത് എൻ്റെ കുഞ്ഞിനെയാണ്. ഇത് വാടക ഗർഭം മാത്രമല്ല, എൻ്റെ ജീവന്റെ ഭാഗമാണ്. സൂര്യയുടെ വെളിപ്പെടുത്തൽ ശ്രീമംഗലം തറവാടിന്റെ ഉമ്മറത്ത് ഒരു സ്ഫോടനം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. നാട്ടുപ്രമാണി എന്ന് നടിച്ചു നടന്ന ഗണേഷ് നാഥന്റെ മുഖം കരിവാളിച്ചു. ചുറ്റും കൂടി നിന്നവരുടെ പരിഹാസ ചിരികൾ പെട്ടെന്ന് നിശബ്ദതയ്ക്കും സഹതാപത്തിനും വഴിമാറി. ഗണേഷ് നാഥൻ ആടി തൂണിൽ പിടിച്ചു നിന്നു. നീ എന്നെ ചതിച്ചു ഗായത്രി. നിന്നെ രക്ഷിക്കാനല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? അയാൾ വിക്കി പറഞ്ഞു. എന്നെ രക്ഷിക്കാനോ? അതോ നിങ്ങളുടെ ആഡംബര ജീവിതം നിലനിർത്താനോ മാമ? സൂര്യയുടെ ശബ്ദത്തിൽ ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. ഇനി ഈ തറവാടിന്റെ പടിവാതിലുകൾ ഞാൻ ചവിട്ടില്ല. മാനം കാക്കാൻ പെണ്ണിനെ വിൽക്കുന്നവന്റെ ചോറ് എനിക്ക് വേണ്ട. സരസ്വതി അമ്മ ഓടി വന്ന് സൂര്യയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എൻ്റെ മോളെ, നീ ഇത്രയും വലിയൊരു കടുകൈ ചെയ്യുന്നത് വരെ ഈ അമ്മ അറിഞ്ഞില്ലല്ലോ. എന്നോട് ക്ഷമിക്ക്. ഇന്ദ്രജിത്ത് മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ മുമ്പുണ്ടായിരുന്ന ആശയക്കുഴപ്പം മാറി. ഇപ്പോൾ തിളങ്ങുന്നത് പ്രണയവും സംരക്ഷണവുമാണ്. അവൻ സൂര്യയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചു. വാ സൂര്യേ, ഇവിടുത്തെ വായുവിന് പോലും ചതിയുടെ മണമാണ്. നിനക്കും നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനും ഈ ഇന്ദ്രനുണ്ട്. ലോകം എന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് ഗണേഷ് നാഥൻ പല്ല് കടിച്ചു. നീ ഇവളെ കൊണ്ടുപോയാ ഈ നാട്ടിൽ നിനക്ക് ജീവിക്കേണ്ടടാ. ഒരു വാടക ഗർഭപാത്രത്തെ ഭാര്യയായി സ്വീകരിക്കാൻ മാത്രം വിവരക്കേട് നിനക്കുണ്ടോ? ഗണേഷ് ആക്രോശിച്ചു. ഇന്ദ്രജിത്ത് തിരിഞ്ഞു നിന്നു. അവന്റെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. വാടക ഗർഭപാത്രമല്ല മാമ, ഇവളെന്റെ പെണ്ണാണ്. ഈ കുഞ്ഞ് ആരുടേതായാലും അത് സൂര്യയുടെ രക്തമാണ്. അതിനെ വളർത്താൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. ഇന്ദ്രൻ സൂര്യയുടെ കൈപിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി.
മുറ്റത്ത് നിന്നിരുന്നവർ അവർക്ക് വഴിമാറി കൊടുത്തു. പക്ഷേ പടിവാതിൽക്കൽ വെച്ച് ഒരു കറുത്ത കാർ വന്നു നിന്നു. കാറിൽ നിന്നിറങ്ങിയത് ഗണേഷ് നാഥന്റെ ബിസിനസ് പങ്കാളിയും ആ കരാറിലെ പ്രധാനിയുമായ വിശ്വനാഥനായിരുന്നു. വിശ്വനാഥന്റെ നോട്ടം സൂര്യയുടെ വയറിലേക്കായിരുന്നു. അയാൾ ഒരു വന്യമായ ചിരിയോടെ പറഞ്ഞു, എങ്ങോട്ടാ സൂര്യേ? കരാർ പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റില്ലല്ലോ. ആ കുഞ്ഞ് എൻ്റെ കൂടെ അവകാശമാണ്. സൂര്യ ഇന്ദ്രന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഒരു പുതിയ യുദ്ധം അവിടെ തുടങ്ങുകയായിരുന്നു. വിശ്വനാഥന്റെ വാക്കുകൾ കേട്ട് മുറ്റം ഒന്നടക്കം സ്തംഭിച്ചു. ഇത്രയും നേരം സൂര്യയെ വേട്ടയാടിക്കൊണ്ടിരുന്ന നാട്ടുകാർ ഇപ്പോൾ വിശ്വനാഥന്റെ വരവോടെ പുതിയൊരു നാടകത്തിന് സാക്ഷികളായി. സൂര്യയുടെ കൈകൾ വിറച്ചു. അവൾ ഇന്ദ്രന്റെ പിന്നിലേക്ക് അല്പം നീങ്ങി നിന്നു. ഇന്ദ്രജിത്ത് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ മധ്യവയസ്കനെ അടിമുടി നോക്കി. വില കൂടിയ വസ്ത്രങ്ങളും അധികാര ഗർവ് തുളുമ്പുന്ന കണ്ണുകളും. വിശ്വനാഥൻ വെറും ഒരു ബിസിനസ്സുകാരനല്ലെന്ന് അവന് മനസ്സിലായി. താൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവൾ എൻ്റെ കൂടെയാണ് വരുന്നത്. വഴിമാറ്! ഇന്ദ്രൻ ഗർജിച്ചു. വിശ്വനാഥൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. അയാൾ ഗണേഷ് നാഥനെ നോക്കി കണ്ണുരുട്ടി. എന്താ ഗണേഷ്, കാര്യങ്ങൾ നീ ഇന്ദ്രനോട് പറഞ്ഞില്ലേ? നിയമപരമായി ഈ കുഞ്ഞ് എൻ്റേതാണ്. ഇവളുടെ ഗർഭപാത്രം ഞാൻ പണം കൊടുത്തു വാങ്ങിയതാ. ഡീല് പകുതിക്ക് വെച്ച് നിർത്താൻ ഇത് ചന്തയിലെ കച്ചവടമല്ല. ഗണേഷ് നാഥൻ വിറച്ചുകൊണ്ട് വിശ്വനാഥന്റെ അരികിലേക്ക് ഓടിയെത്തി. സാറേ, ഇവൾക്ക് ബുദ്ധി കുറവാ, ഞാൻ പറഞ്ഞോളാം. ഇന്ദ്ര, നീ ഇതിൽ ഇടപെടണ്ട, ഇത് വലിയ കളിയാ. സൂര്യ മുന്നോട്ട് വന്നു. അവളുടെ ശബ്ദം ഇടറിയില്ല. കരാർ ലംഘിച്ചത് ഞാനല്ല, നിങ്ങളാണ് വിശ്വൻ സാറേ. നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഗർഭം. പക്ഷേ 3 മാസം മുമ്പ് നിങ്ങൾ തന്നെ അറിയിച്ചതാണ് നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന്. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഈ കുഞ്ഞിനെ കളയാൻ എന്നോട് ആവശ്യപ്പെട്ടതല്ലേ? നാട്ടുകാർക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. വിശ്വനാഥന്റെ മുഖത്ത് ഒരു നിമിഷം പരിഭ്രമം നിഴലിച്ചു. അതൊക്കെ അന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ ഈ കുഞ്ഞ് വേണമെന്ന് എൻ്റെ ജ്യോത്സ്യം പറഞ്ഞു. എൻ്റെ സാമ്രാജ്യം ഭരിക്കാൻ എനിക്കൊരു അനന്തരാവകാശി വേണം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് വേണം. വിശ്വനാഥൻ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു. സരസ്വതി അമ്മ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. മോനെ, എൻ്റെ മോളെ ഈ രാക്ഷസന്റെ കൈക്ക് വിട്ടുകൊടുക്കല്ലേ. ഇന്ദ്രജിത്ത് വിശ്വനാഥന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചുയർത്തി. നോക്കിക്കോ വിശ്വനാഥ, ഈ സൂര്യയും ഇവളുടെ ഉള്ളിലെ ജീവനും ഇനി എൻ്റെ സംരക്ഷണത്തിലാണ്. ഒരു കരാറിന്റെ പേപ്പറും കാണിച്ച് നീ ഇങ്ങോട്ട് വരണ്ട. മനുഷ്യനെ വിൽക്കുന്ന നിന്റെ ഈ നിയമം എൻ്റെ മുന്നിൽ നടക്കില്ല. വിശ്വനാഥൻ ശാന്തനായി ഇന്ദ്രന്റെ കൈ തട്ടിമാറ്റി. ഇന്ദ്രജിത്ത് വികാരാധീനനായിട്ട് കാര്യമില്ല. നിയമം എൻ്റെ ഭാഗത്താണ്. നാളെ രാവിലെ പോലീസ് വരും. സൂര്യയെ ഞാൻ കൊണ്ടുപോകും. തടയാൻ നോക്കിയാ നിന്റെ ഈ ബുള്ളറ്റും ജീവനും ഉണ്ടാവില്ല. അയാൾ കാറിൽ കയറിപ്പോയി. സൂര്യ തളർന്ന് ഇന്ദ്രന്റെ തോളിലേക്ക് ചാഞ്ഞു. വിശ്വനാഥന്റെ ഭീഷണി ശ്രീമംഗലത്തെ അന്തരീക്ഷത്തെ കൂടുതൽ ഭയാനകമാക്കി. സൂര്യയുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നത് കണ്ട ഇന്ദ്രജിത്ത് ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞിരുന്നു. നിയമവും ഗുണ്ടായുസവും കൈമുതലാക്കിയുള്ള വിശ്വനാഥനെ നേരിടാൻ ഈ തറവാട്ടിൽ നിന്നാ കഴിയില്ല. സൂര്യേ, നീ വേഗം അകത്തു പോയി നിനക്ക് വേണ്ട സാധനങ്ങൾ എടുക്ക്. നമുക്ക് ഇവിടെ നിന്ന് മാറണം. ഇന്ദ്രജിത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു. ഇന്ദ്ര, നീ എങ്ങോട്ടാ ഇവളെ കൊണ്ട് പോകുന്നത്? രാത്രിയിൽ പുറത്തിറങ്ങിയ അവർ നിങ്ങളെ വെറുതെ വിടുവോ? സരസ്വതി അമ്മ വിറയ്ക്കുന്ന കൈകളോടെ ഇന്ദ്രന്റെ തോളിൽ പിടിച്ചു. അമ്മേ, ഇവിടെ നിന്ന ഗണേഷ് മാമൻ ഇവിടെ വിശ്വനാഥന് കൊടുക്കും. എൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ എൻ്റെ അച്ഛനും അമ്മയും ഇവളെ പൊന്നുപോലെ നോക്കോളൂ. ഗണേഷ് നാഥൻ ഉമ്മറത്ത് നിന്ന് പല്ലു കടിച്ചു. നീ കൊണ്ടുവയ്ക്കോ, പക്ഷേ ഇതിന്റെ പരിസമാപ്തി അത്ര നല്ലതാവില്ല. വിശ്വനാഥന്റെ പണവും സ്വാധീനവും നിനക്കറിയില്ല. രാത്രി 10 മണിയായി. നിലവില്ലാത്ത ആ രാത്രിയിൽ ഇന്ദ്രന്റെ ബുള്ളറ്റ് ശ്രീമംഗലത്തിന്റെ പടിയിറങ്ങി. സൂര്യ പിന്നിലിരുന്ന് ഇന്ദ്രന്റെ തോളിൽ മുറുകെ പിടിച്ചു. അവളുടെ ഉള്ളിൽ ഭയവും ഒപ്പം ആശ്വാസവും ഉണ്ടായിരുന്നു. 10 വർഷം മുമ്പ് സ്വപ്നം കണ്ട ആ ഒളിച്ചോട്ടം. പക്ഷേ സാഹചര്യങ്ങൾ എത്ര കഠിനമാണ്. യാത്രക്കിടയിൽ കാറ്റിൽ സൂര്യയുടെ മുടിയിഴകൾ ഇന്ദ്രന്റെ മുഖത്ത് തഴുകി. ഇന്ദ്രേട്ടാ, എനിക്ക് പേടിയാവുന്നു. ഈ കുഞ്ഞിനെ അവർ എന്നിൽ നിന്ന് തട്ടിയെടുക്കുവോ? ഇന്ദ്രൻ വണ്ടി നിർത്തി. ഇരുളിൽ അവളുടെ മുഖം കയ്യിലെടുത്തു. സൂര്യേ, ഈ ഇന്ദ്രന്റെ നെഞ്ചിൽ പേടിയുണ്ട തുളയ്ക്കാതെ ഒരുത്തനും നിന്റെ വയറ്റിൽ തൊടില്ല. നീ വിശ്വസിക്കുന്നത് ഈ ഇന്ദ്രനെയാണോ അതോ ആ വിശ്വനാഥനെയാണോ? സൂര്യ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ അവൾക്ക് തന്റെ ലോകം മുഴുവൻ കാണാമായിരുന്നു. എനിക്ക് ഇന്ദ്രേട്ടന് മാത്രം മതി. അവർ ഇന്ദ്രന്റെ വീട്ടിലെത്തി. ഇന്ദ്രന്റെ അച്ഛൻ രാഘവൻ നായരും അമ്മ ജാനകിയും ഉമ്മറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്രാമത്തിലെ വാർത്തകൾ അവർ അറിഞ്ഞിരുന്നു. വാ മോളെ, അകത്തേക്ക് കയറി വാ. ജാനകി അമ്മ സൂര്യയെ ചേർത്ത് പിടിച്ചു. യാതൊരു പരിഭവമില്ലാതെ അവർ അവളെ സ്വീകരിച്ചത് കണ്ടപ്പോൾ സൂര്യയുടെ സങ്കടം അണപൊട്ടി. പക്ഷേ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. വീടിന്റെ ദൂരെ റോഡരികിൽ ഒരു കറുത്ത കാറിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു.
വിശ്വനാഥന്റെ ആളുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇന്ദ്രന്റെ വീട്ടിലെ വരാന്തയിൽ ആ കറുത്ത കാറിന്റെ വെളിച്ചം പതിഞ്ഞപ്പോൾ തന്നെ അപകടം അടുത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ദ്രൻ ഉള്ളിൽ പോയി തന്റെ പഴയ ഒരു വെട്ടുകത്തിയുമായി പുറത്തേക്ക് വന്നു. അച്ഛാ, അമ്മയെയും സൂര്യയും കൂട്ടി അകത്തെ മുറിയിൽ കയറി വാതിലടയ്ക്കൂ. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി, ഇന്ദ്രൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. കാറിൽ നിന്ന് വിശ്വനാഥന്റെ വലങ്കയായ ഗുണ്ടയും സംഘവും ഇറങ്ങി. ഇന്ദ്ര, മര്യാദയ്ക്ക് ആ പെണ്ണിനെ വിട്ടു തന്നാ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഈ വീട് ഞങ്ങൾ ചൂട്ടി ചാമ്പലാക്കും. എന്റെ ശവത്തിന് മുകളിലൂടെ അല്ലാതെ സൂര്യയെ നിങ്ങൾ കൊണ്ടുപോയില്ലടാ. ഇന്ദ്രൻ മുറ്റത്തേക്ക് ചാടി വീണു. രണ്ടുപേർ ഇന്ദ്രനെ ആക്രമിക്കാൻ മുതിർന്നു. ഇന്ദ്രന്റെ കരുത്തിന് മുന്നിൽ അവർ തെറിച്ചു വീണു. പക്ഷേ പിന്നിൽ നിന്ന് ഒരാൾ ഇന്ദ്രന്റെ തലയ്ക്ക് വടികൊണ്ടടിച്ചു. ഇന്ദ്രൻ നിലത്ത് വീണതും ഗുണ്ടകൾ വാതിൽ തകർത്തകത്തേക്ക് കയറി. സൂര്യയെ അവർ വലിച്ചഴിച്ച് പുറത്തിറക്കി. ഇന്ദ്രേട്ടാ! അവളുടെ നിലവിളി ആ രാത്രിയുടെ നിശബ്ദതയെ കീറി മുറിച്ചു. രക്തം വാർന്നൊലിക്കുന്ന തലയുമായി ഇന്ദ്രൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വിശ്വനാഥന്റെ ഗുണ്ടകൾ അവനെ ചവിട്ടി വീഴ്ത്തി. വിശ്വനാഥൻ കാറിൽ നിന്നിറങ്ങിയ സൂര്യയുടെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. നിയമം എന്റെ കയ്യിലാണെന്ന് പറഞ്ഞില്ലേ സൂര്യയെ? വാ, നിനക്കുള്ള കൂടാരം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വിശ്വനാഥൻ സൂര്യയെ തന്റെ രഹസ്യ താവളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരു പുതിയ കരാറിൽ ഒപ്പിടാൻ അവൻ അവളെ നിർബന്ധിച്ചു. ഈ കുഞ്ഞ് ജനിച്ചാലുടൻ നീ ഇതിനെ എനിക്ക് കൈമാറണം. പിന്നെ നീ ഈ നാട്ടിൽ എവിടെയും കാണരുത്. പക്ഷേ സൂര്യ തളർന്നില്ല. അവൾ ആ മുറിയിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് തറയിലിടിച്ച് പൊട്ടിച്ചു. വിശ്വനാഥ, മരണം മുന്നിൽ കണ്ടാലും ഈ കരാറിൽ ഞാൻ ഒപ്പിടില്ല. ഈ കുഞ്ഞ് എന്റെ അഭിമാനമാണ്. അതേസമയം ഇന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് ചാടി പുറത്തിറങ്ങി. അവൻ നേരെ പോയത് ശ്രീമംഗലത്തേക്കായിരുന്നു. അവിടെ ഗണേഷ് നാഥൻ മദ്യലഹരിയിൽ ഇരിക്കുകയായിരുന്നു. ഇന്ദ്രൻ അയാളുടെ കോളറിൽ പിടിച്ചു തൂക്കി. സൂര്യ എവിടെയുണ്ടെന്ന് നിനക്കറിയാം? സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇന്ന് പുലർച്ചെ കാണില്ല. മരണം മുന്നിൽ കണ്ട ഗണേഷ് നാഥൻ വിശ്വനാഥന്റെ രഹസ്യ ഗോഡൌണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇന്ദ്രൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഇന്ദ്രന്റെ കൂടെ ഗ്രാമത്തിൽ ഒരു കൂട്ടം യുവാക്കൾ ഉണ്ടായിരുന്നു. അവർക്ക് സൂര്യയുടെ നീതിക്ക് വേണ്ടി പോരാടണമെന്നുണ്ടായിരുന്നു. ഗോഡൌണിന്റെ വാതിൽ തകർത്ത് ഇന്ദ്രനും സംഘവും അകത്തേക്ക് ഇരച്ചു കയറി. വിശ്വനാഥന്റെ ഗുണ്ടകളും ഇന്ദ്രന്റെ ആളുകളും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടന്നു. ഒടുവിൽ വിശ്വനാഥനെ ഇന്ദ്രൻ കീഴ്പ്പെടുത്തി. പോലീസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് വിശ്വനാഥ. നിന്റെ ആ പഴയ സരോഗസി കച്ചവടത്തിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. പിന്നെ ഗണേഷ് നാഥൻ നിനക്കെതിരെ മൊഴി നൽകാൻ തയ്യാറായി കഴിഞ്ഞു. പോലീസ് വിശ്വനാഥനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. സൂര്യ ഓടി വന്ന് ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് ആശ്വാസത്തിന്റെ കണ്ണുനീരായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ശ്രീമംഗലം തറവാടിന്റെ പൂമുഖത്ത് സരസ്വതി അമ്മ വിളക്ക് കൊളുത്തി വെച്ചു. അവിടെ ഇന്ദ്രനും സൂര്യയും ഇരിക്കുന്നുണ്ടായിരുന്നു. സൂര്യയുടെ കയ്യിൽ ഒരു പൊന്നോമന കുഞ്ഞ്. ഗണേഷ് നാഥൻ തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തറവാടിന്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. സൂര്യ, ഈ കുഞ്ഞിന് എന്ത് പേരിടും? ഇന്ദ്രൻ ചോദിച്ചു. സൂര്യ ഇന്ദ്രന്റെ തോളിൽ ചാഞ്ഞു പറഞ്ഞു. അഗ്നി. ഇവൾ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ടവളാ. ഗ്രാമത്തിലെ പാടവരമ്പിലൂടെ ഇന്ദ്രനും സൂര്യയും കുഞ്ഞുമായി നടന്നു നീങ്ങുമ്പോൾ കാറ്റിൽ പ്രണയത്തിന്റെയും അതിജീവനത്തിന്റെയും മണമുണ്ടായിരുന്നു. ശുഭം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.